എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയും ദേവേനയും കൂടി ആദർശിനെ യാത്രയാകുവാണ്. ഭയങ്കര സങ്കടത്തിലാണ് നയന. നയന പറയുന്നുണ്ട് അവിടെ പോയിട്ട് വിളിക്കണം. പിന്നെ ഇവിടുത്തെ പോലെ ഫുഡൊന്നും ശരിയാകുകയില്ല. പുറത്തുനിന്നുള്ള ഫുഡ് ആദർശേട്ടന് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അവിടെയും എനിക്ക് നാടൻ ഫുഡ് ഉണ്ടാക്കി തരാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടല്ലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ആ ഒരു കുഴപ്പമുള്ളൂ. കുഴപ്പമില്ല, ഏതായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് ഇറങ്ങുന്നു. അന്നേരം മുകളിൽ നിന്ന് ഇത് കാണുന്ന അബിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ആദർശ് ടാറ്റയ്ക്ക് കൊടുത്ത് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമമാണ് നയനയ്ക്ക്. നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വിഷമിച്ച് റൂമിലേക്ക് പോവാണ്. ദേവേനിക്കും ഇതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ദേവേനി പറയുന്നുണ്ട് സാരമില്ല മോളെ, പെട്ടെന്ന് ഒരാഴ്ച അങ്ങ് കടന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അബിയുടെ കൂട്ടുകാരനുണ്ടല്ലോ ഗൾഫിൽ, അയാളെ വിളിക്കുവാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് അവൻ അവിടുന്ന് പുറപ്പെട്ടു അല്ലേ എന്ന്. എന്നിട്ട് പറയും 10 മണിക്ക് അവൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറുമെന്ന് എനിക്കറിയാം. ഇവിടെ വന്ന് ഇറങ്ങി അവനൊന്ന് ഫ്രഷ് ആകട്ടെ, അത് കഴിഞ്ഞ് അവൻ അവൻ്റെ സ്ഥാപനത്തിലേക്കൊക്കെ പോകുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയല്ല അവൻ വന്നേക്കുന്നത്. നമുക്ക് അവനെ തന്നെ അങ്ങ് ശരിയാക്കി വിട്ടേക്കാം. ഏതായാലും സന്തോഷ വാർത്ത കേൾക്കാൻ നീ തയ്യാറായിരുന്നോ എന്ന് പറയുവാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞ് അബിക്ക് ഭയങ്കര സന്തോഷമാണ്. അബി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ആദർശ് പോയതിൻ്റെ സങ്കടത്തിലാണ് മരുമോളും അമ്മായിമ്മയും. ഇനി ആ സങ്കടം അങ്ങനെ തന്നെ അങ്ങ് നിലനിർത്തണം എന്നൊക്കെ മനസ്സിലോർക്കുന്നുമുണ്ട്. പിന്നീട് നയനെ വിഷമിച്ച് റൂമിലേക്ക് പോകുന്നതും റൂമിൽ പോയി സങ്കടപ്പെട്ട് കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം വണ്ടിയിലിരുന്ന് ആദർശ് അനിയനെ ഒന്ന് ഉപദേശിക്കുവാണ്. എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, എല്ലാം നീ നന്നായിട്ട് നോക്കിക്കോണം. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്, എങ്കിലും ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെ, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട് നിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണോ, അതിൻ്റെ വല്ല ടെൻഷനാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുകയാണ് ഞാൻ ശരിക്കും നന്ദുവിനെ മറ്റൊരു ചെറുക്കനെ മനസ്സുകൊണ്ട് ആലോചിച്ചായിരുന്നു, പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല, നിൻ്റെ കൂട്ടുകാരൻ നവീൻ തന്നെയാണ്. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുകയാണ് അവന് ഏതായാലും നന്ദുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുമായിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം അവർ പറയുമായിരുന്നെങ്കിൽ ആ ഒരു കാര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോയേനെ എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ ഉള്ള പെൺകുട്ടികളെയൊന്നും നവീൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന്. അന്നേരം ആദർശ് പറയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് പിൻവാങ്ങിയത് എന്ന് പറയുവാണേ. അന്നേരം അനി മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര, ഇനിയിപ്പോൾ നവീന് അവളെ ഇഷ്ടമാണെന്ന് ഇവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ആ വിവാഹം നടത്തി കൊടുക്കുമല്ലോ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ അനി. അന്നേരം ആദർശ് ചോദിക്കുക എന്താടാ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. അന്നേരം ഒന്നുമില്ല എന്ന് അനി പറയുന്നുണ്ട്. ഏതായാലും ആദർശിനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് അനി തിരിച്ചു വരുമ്പോൾ നന്ദുവിനെ കാണുന്നുണ്ട്. അന്നേരം അനിയുടെ മുഖത്ത് ആകെ സങ്കടമാണ്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ മുഖത്തൊരു വിഷമം പോലെയെന്ന്. അന്നേരം ഏട്ടൻ പോയതിൻ്റെയാന്ന് പറയുമ്പം ഏട്ടൻ ഒരുപാട് വിശ്വാസത്തോടെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് കമ്പനികളൊക്കെ, അതുകൊണ്ട് ആ വിശ്വാസം നീ തകർത്തേക്കരുത് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പിന്നെയും ചോദിക്കും നിനക്ക് ഭയങ്കര വിഷമം പോലെ എനിക്ക് ഫീൽ ചെയ്തു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നീ തുറന്നു പറയണം, നീ എന്നോടെല്ലാം തുറന്നു പറയാറുള്ളതാണല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അനി ഒന്നുമില്ലടി, വേറെ ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ, അതിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് അനി മനസ്സിൽ പറയുന്നുണ്ട് എനിക്കൊരിക്കലും അവൻ്റെ ഇഷ്ടം ഇവളോട് പറയാൻ സാധിക്കുകയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും നയനയാണ് കാണിക്കുന്നത്. നയന ആകെ വിഷമത്തിലിരിക്കുന്നു. അന്നേരം ദേവേനെ അങ്ങോട്ട് വന്നിട്ട് എന്താ മോളെ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്, 2 ആഴ്ച എന്നുള്ളത് പെട്ടെന്ന് അങ്ങ് തീരും, അവന് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പ്രത്യേക ഒരു കഴിവുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അവൻ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പം അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, 2 ആഴ്ച കൂടുതൽ എടുക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല, അതെനിക്കൊരു വിഷമം എന്നൊക്കെ പറയുമ്പം അതൊന്നും സാരമില്ല, അതൊക്കെ പെട്ടെന്ന് തീർന്നോളും, മോള് ഇപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണ് വേണ്ടത്, അവൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്, വന്നേ മുത്തശ്ശനും മുത്തശ്ശിയും വിളിക്കുന്നുണ്ട്, അവർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് മോള് ചെല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ അവരിങ്ങോട്ട് എഴുന്നേറ്റ് വരും എന്നൊക്കെ പറയുമ്പോഴേക്കും നയനയും ചെല്ലുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നയനെ പിടിച്ചിരുത്തും. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ 2 ആഴ്ച കൊണ്ട് അവനിങ്ങ് എത്തില്ലേ, പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയും ഇങ്ങനെ വിഷമിക്കാനാണെങ്കിൽ എനിക്ക് വിഷമിക്കാനേ നേരം കാണുകയുള്ളായിരുന്നു, അന്നത്തെ കാലത്ത് മുത്തശ്ശിനെ ഒന്ന് കാണാൻ പോലും എനിക്ക് കിട്ടിയല്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പം മുത്തശ്ശൻ പറയും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ സഹനശക്തി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും കയ്യിൽ 2 പാത്രമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ജലജയും വരും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മരുമകൾക്ക് വേറൊരു പരിസ്ഥിതിയിലൂടെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്, ആ സ്ഥിതിക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവളുടെ ചിലവിലല്ലേ ഞങ്ങളിപ്പം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും അതെന്താ അവളുടെ ചിലവിലാണോ നിങ്ങൾ കഴിയുന്നത്, എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് എല്ലാ മാസവും അവരവരുടെ അക്കൗണ്ടിലേക്ക് എത്താറുണ്ട്, എന്നിട്ട് നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അല്ല ഞാനും മോനും എപ്പോൾ വേണമെങ്കിലും ഈ
വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളല്ലേ ഞങ്ങൾക്കൊരു തുണയുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നവ്യയും അഭിയും കൂടെ അങ്ങോട്ട് വന്നുണ്ട്. നവ്യ മോഡേൺ ഡ്രസ്സിലൊക്കെ ആട്ടോ ഏതായാലും വന്നിരുന്ന് കഴിയുമ്പോൾ അമ്മ പാലില്ലേമ്മേ, അതില്ലേമ്മേ, ഇതില്ലേമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് വിളമ്പി കൊടുക്കുന്നുണ്ടേ. അന്നേരം അഭി പറയുന്നുണ്ട് നവ്യയ്ക്ക് കുറേ പരസ്യങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുമുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടും ന്യൂ ഇയർ ആയതുകൊണ്ടും പുതിയ സ്ഥാപനങ്ങളുടെ ഓപ്പണിംഗ് ഒക്കെയാണ്. അതിന് ഓരോ പരസ്യങ്ങൾക്ക് അവർ വിളിക്കുന്നുണ്ട്, നല്ല റേറ്റും തരുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയാണ്, ഇനിയും ആൾക്കാർ വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ ചോദിക്കും അവൾക്ക് എസ്കോട്ട് പോകുന്നതാണോ നിൻ്റെ പണി ഇപ്പോൾ എന്ന് ചോദിക്കും. അന്നേരം അതല്ലാതെ അവൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാണ് എന്ന് ജലജ ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതേതായാലും നന്നായി, കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കി നിന്നെ ഇനി കമ്പനിയിലേക്ക് തിരിച്ചെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അന്നേരം ഈ പണിയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം അബിക്ക് ആകെ വിഷമാവുകയെ. അന്നേരം നവ്യ പറയുവാണ് അല്ലെങ്കിലും അവൻ ഇനി ആ കമ്പനിയിൽ ജോലിക്ക് വരുന്നില്ല, ഞങ്ങളെ ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്നേ നിങ്ങൾക്ക് പുറത്താക്കണം എന്ന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും അങ്ങ് നടപ്പിലാക്കിക്കോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ജീവിക്കും എന്ന് പറയും. അന്നേരം ഇത് കേൾക്കുന്ന അബിക്ക് ചെറിയ ടെൻഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടേ. അന്നേരം മുത്തശ്ശൻ ചോദിക്കും എങ്ങനെയെങ്കിലും ജീവിക്കും എന്ന് എനിക്ക് മനസ്സിലായി, അതിന് ഇവനാണല്ലോ എസ്കോട്ട് വരുന്നത്, നല്ല കാര്യമെന്ന് പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട് അല്ലെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു കുടുംബത്തിൽ തന്നെ 2 കൊച്ചുമക്കൾ തെറ്റ് ചെയ്തിട്ട് അവരോട് പക്ഷാഭേദത്തോടു കൂടി പെരുമാറുന്ന ഒരു കാരണവരുള്ള വീട്ടിൽ ജീവിക്കണമെന്ന് ഒട്ടും ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയുമ്പം നയന അവിടെ നിന്ന് പറയുക അതെ ചേച്ചിയുടെ ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പല അഡ്ജസ്റ്റ്മെൻറ്റും നടത്തുന്നുണ്ട് എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട് നീ മിണ്ടരുത്, നീ സംസാരിക്കരുത്, എനിക്കത് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്ന് നവ്യ പറയുന്നുണ്ട്. ഏതായാലും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക്. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ നവ്യാണ്. കാരണം കാര്യം അറിയത്തില്ലെങ്കിലും അവളുടെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന നവ്യാണ് അഭി തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഇവർ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഏതായാലും നല്ല രീതിയിൽ നവ്യ പ്രതികരിക്കുന്നുണ്ട്. പിന്നെയും നെവിനെ കാണിക്കുന്നുണ്ട്. നവിൻ അനി വരാൻ വേണ്ടി കാത്തു നിൽക്കുവാണ്, ഇഷ്ടം നന്ദുവിനോട് പറഞ്ഞു എന്നറിയണല്ലോ അതിനു വേണ്ടി. ഏതായാലും വന്നു കഴിയുമ്പം ആകെ വിഷമാണ് എനിക്ക്. ഈശ്വരാവൻ ഭയങ്കര പ്രതീക്ഷയിലാണല്ലോ, എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്താണ് അടുത്ത് വരുന്നത്. വന്നു കഴിയുന്നേ നവീൻ ചോദിക്കും നീ പറഞ്ഞു എന്ന്. അന്നേരം ഞാൻ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞില്ല, നീയാണ് നിൻ്റെ മനസ്സിൽ അവളാണ് എന്ന് തോന്നുന്ന രീതിയിൽ അവൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകാൻ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഉരുളുക. അന്നേരം നവീൻ ചോദിക്കും അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, അങ്ങനെ പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അവൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, കാരണം അവളൊരു പോലീസ് ഓഫീസറാണല്ലോ, പിന്നെ ഞാനതൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ പറയാൻ പോയില്ല എന്നൊക്കെ പറയുമ്പം നവീൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ്, പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല, എങ്കിലും കുറച്ച് കഴിഞ്ഞ് അവർക്കൊന്ന് ആലോചിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ നിൻ്റെ കേസുമായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരണമെന്ന് തോന്നിയത്, അതുകൊണ്ട് ഉറപ്പായിട്ടും നീ എനിക്ക് അവളെ നേടി തന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുവാണ് നവീൻ അനിയോട്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.